നമസ്കാരം, BKM ടോക്സിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു വീഡിയോ ചെയ്യാം. ഒരു വീഡിയോ ഒരു ഡാൻസ് പഠിക്കാം. ആ വീഡിയോയിലൂടെ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും കളിക്കാറുള്ളൊരു പാട്ടാണ്. പക്ഷേ ഒന്ന് ഓർക്കണം, നമ്മളാരും ഭാനുപ്രിയല്ല. അത് കാരണം കൊണ്ട് ആ ഭംഗി നമ്മളിവിടെ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പം നമുക്കൊരു ഒറ്റ കാര്യം ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. പാട്ട് അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ. അതാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര പാടാണ് കേട്ടോ. എന്നാലും ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ ചെയ്തിടും. ചത്ത് കളിക്കൂല, അത് നിങ്ങൾ കളിക്കണം. ഞാൻ പഠിപ്പിക്കുകയേ ഉള്ളൂ. കാരണം അങ്ങനെ ചെയ്താൽ ഒരു വീഡിയോ പോലും ഇന്ന് ഷൂട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആദ്യം 4 ബെൽ സൗണ്ട് ഉണ്ട്. ടങ് 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 ടങ്. അപ്പോൾ അതിന് നമുക്ക് വേണേൽ സ്റ്റേജിലേക്ക് വരാം, അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഭാനുപ്രിയ അത് കണ്ണ് 4 പൊസിഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലേ. ആ മുടി നമ്മൾ എന്താണ് കർത്തരി മുഖം പിടിച്ച് ജട എടുത്ത് വന്ന് ഇവിടെ ഇങ്ങനെ ജടയിലീ. കാലൊക്കെ നോക്കിക്കോട്ടോ, സ്വസ്തികവും കുഞ്ചിതവും ഒക്കെ മര്യാദയ്ക്ക് വെച്ചോളൂ. ജടയിലീ തുമ്പമലരിനും. തുമ്പ, അപ്പം ചെടി കാണിക്കാൻ നമുക്കിതാ ഈ മയൂരം പിടിച്ചിട്ട് 2 സൈഡിലേക്കും കാണിച്ചു. തുമ്പ മലരിനും. നമ്മളിത് 3 വിരലും കൊണ്ട് ഇങ്ങനെ. ഓക്കെ, പൂവാണെങ്കിൽ അങ്ങനെ കാണിക്കാം, പൂ എന്നുള്ള അർത്ഥത്തിൽ കാണിക്കാം, അത് പ്രശ്നമല്ല. അപ്പോൾ തുമ്പമലരിനും ഇടമില്ലേ. ദേ ഇങ്ങനെ ഉണ്ടത്, ചെറിയ സ്പേസ് ഇത്തിരി നമുക്ക്. ഓക്കെ, അപ്പം ഇടമില്ലേ ഇടമില്ലേന്ന്. അപ്പം ഇടമില്ലേ, ഇങ്ങനെയൊക്കെ വേണേൽ ചെയ്യാം കേട്ടോ. ടകടകടകടകടകടങ് ചകടകടകടകടകടങ് ടടടങ്. ഒരു ചെറിയ ബിറ്റുള്ളതാണ്. 1 2 3 4 4 4 ഇങ്ങനെ ഒരു ചെറിയൊരു മ്യൂസിക് അവിടെ ഉണ്ട്. അപ്പം 1 2 3 4. ഓക്കെ, പിന്നെ അമ്പിളിക്കല ചൂടും. അപ്പം അവരത് അമ്പിളിക്കല ചൂടും ഒന്ന് തട്ടി പോവാ. നമുക്കങ്ങനെ പോകണമെന്നില്ല കേട്ടോ. അപ്പം അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലീ തുമ്പമലരിനും ഞാൻ ഈ പുറകിലേക്ക് ഇറങ്ങണത് അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇടമില്ലേ, മുമ്പോട്ട് ഇടമില്ലേന്ന്. ഓക്കെ, ദെൻ പ്രണവമുഖരിതമാമി പ്രകൃതിയിൽ ഹംസാസ്യം വച്ചിട്ട്. അപ്പോൾ പ്രണവമുഖരിത മാമി കൈ ഇങ്ങനെ കറക്കിയെടുത്ത് ഒന്നോടെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. പ്രകൃതിയിൽ. ഓക്കെ, എല്ലാം താത്തൈത സ്റ്റെപ്പ്. അപ്പോൾ അല്ലെങ്കിൽ പ്രണവം ഓംകാരം വേണേൽ കാണിക്കാം കേട്ടോ. പ്രണവമുഖരിത മാമി പ്രകൃതിയിൽ ഇങ്ങനെ എടുത്താലും മതി. പ്രണയമധു നൈവേദ്യവുമായി. പ്രണയമധു, ഇത് ശിവനോടുള്ള ഇഷ്ടം, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രണയം. ഓക്കെ, അപ്പോൾ പ്രണയമധു. മധു ഇത് ഞാൻ ചെയ്യണതാട്ടോ. മധു അതായത് പൂവിൽ നിന്നുള്ള തേന. അപ്പോൾ പ്രണയമധു നൈവേദ്യവുമായി. വിരിയും മലരിൻ. പൂവ് ഇങ്ങനെ തന്നെ വയ്ക്കുക. ഇതളിൽ ഹരനുടെ. ഓക്കെ, തിരുമിഴി തഴുകുകില്ലേ. ഇത്രയും വരണം. അപ്പോൾ പ്രകൃതിയിൽ പ്രണയ, അത് എല്ലാം ഈ താതേത് എടുക്കണമെന്നില്ല. പ്രണയമധു നൈവേദ്യവുമായി വിരിയും മലരിൻ ഇതളിൽ
ഹരനുടെ തിരുമിഴി തഴുകുകില്ലേ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിലി തുമ്പമലരിനും ഇടമില്ലേ. ഇവിടെ തുമ്പമലർ എന്ന് പറയുന്നത് അവൾ തന്നെയാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് നമ്മൾ തുമ്പമലറിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പം അപ്പം അതിൻ്റെ ബിറ്റ് ഇങ്ങനെയാണ്. 1, അതായത് കറങ്ങി വരണം. ഇത് വേഗം പോകണം കേട്ടോ. 1 2 3 4 5 6 ഇങ്ങനെ വന്ന് 1 2 3 4 തിരിച്ചും കറങ്ങണം. അല്ലെ ഇനി ഇങ്ങനെ കറങ്ങിയാൽ മതി. ഇനി അതിന് കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട. ഇങ്ങനെ വന്നു 1 2 3 4 തിരിച്ചും കറങ്ങി. ഓക്കെ, തിരിച്ച് അത് കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാട്ട് ഒരു ചേഞ്ചാണ്. അപ്പം ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ 1 2 3 4. പക്ഷെ അത് ഭാനുപ്രിയ നായികയല്ല പറഞ്ഞ് കാമദേവനാണ്. അപ്പം 1 2 3 4 കാമദേവൻ ശിവനെ അമ്പ ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ താതൈ തെയ്ത എഴുതു എഴുതു ഇങ്ങനെ എടുക്കും. ഓക്കെ, 1 2 3 4 ഇത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പ ആദിവിപാദശ്രീ പോലെ മുന്നിലാരോ. ആദിവി പാദശ്രീ പോലെ, സൂര്യൻ ഉദിച്ചതുപോലെ. അപ്പം ആദി ശ്രീ പോലെ മുന്നിലാരോ, ആദിവി ശ്രീ പോലെ. ഓക്കെ, അപ്പം ആദി പാദശ്രീ പോലെ മുന്നിലാരോ, സൂര്യൻ ഉദിച്ച പോലെ പ്രകാശിക്കുന്ന മുന്നിൽ ആരോ. ഓക്കെ, ചൂടി കാടും കർണികാരം സ്വർണശോഭം. ചൂടും കാടും കർണികാരം സ്വർണശോഭം. കർണികാരം എന്ന് പറഞ്ഞാൽ പൂക്കൾ. അപ്പം ഈ കാടുകളിൽ മുഴുവനും, ഓക്കെ, അതായത് ഈ എല്ലാത്തിലും കർണികാരം പൂത്തുന്ന്. കർണികാരം എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ എന്താ കണിക്കൊന്ന അന്ന് എനിക്ക് തോന്നുന്നു. അതായത് സ്വർണ്ണ കളറിലാണെന്ന്. ഓക്കെ, അപ്പോൾ ചൂടി കർണികാരം സ്വർണശോഭം. ഇത് ഒരു രീതിയിൽ ഇങ്ങനെ വള്ളികൾ രണ്ടെണ്ണം അത് പൂത്തൊന്ന് കാണിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചൂടി കാടും കർണികാരം സ്വർണശോഭം. കാടും നമ്മളവിടെ കാണിച്ചു. ഓക്കെ, സ്വർണശോഭം. അപ്പോൾ പൂജാമന്ത്രം പൂജാമന്ത്രം പോലെ നീളേ ഗൂഗു നിരതമുയർന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പൂജാമന്ത്രം പോലെ കൂകു, അതായത് കുയിലിൻ്റെ നാദം എല്ലായിടത്തും ഉയർന്നു എന്ന്. ഇത് മൊത്തം പ്രണയാർദ്രമായൊരു അന്തരീക്ഷമാണ്, അല്ല ഇവിടെ ഭക്തിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പൂജാമന്ത്രം പോലെ നീളേ കൂകു നിരതമുയർന്നു. തിരിഞ്ഞു വന്നം ഉയർന്നു ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഉയർന്നു എന്നെടുക്കാം. അപ്പം ഞാൻ എടുത്ത എങ്ങനെയാണ് ഇത് പൂജാമന്ത്രം, ഇത് പൂജ കേട്ടോ. പൂജാമന്ത്രം പോലെ നീളേ കൂകു നിരതമുയർന്നു. ഉയർന്നു, അത് നിങ്ങൾക്ക് നടന്നു വന്നാലും മതി, ഇതേ വേണ്ട. നിരതമുയർന്നു അജതടങ്ങൾ ഗിരിതടങ്ങൾ അടവിതൻ ഒന്നിങ്ങനെ എടുക്കുക. 1 2 അടവിതൻ, അതായത് കാടിൻ്റെ അല്ലെങ്കിൽ അടവിതൻ. അടവിതൻ ഹൃദയ ഹൃദയരാഗമരുവി അടി കളകളമാദേവി പാദശ്രീ പോലെ. തരതരങ്ങൾ അടവി ഹൃദയരാഗ
മരുവി പാടി കളകളം ആദി പാദശ്രീ പോലെ മുന്നിലാരോ. ഓക്കെ, ഇതൊന്ന് മല, ഗിരി. അടവിതൻ ഹൃദയ രാഗം അരുവി പാടി കളകളം ആദി വിപാദ ശ്രീ പോലെ മുന്നിലാരോ. അപ്പം അടുത്ത ബിറ്റ് നോക്കിക്കോട്ടോ. ഇങ്ങനെ കൈ കറക്കി ഇവിടെ, ഇവിടെ നിന്ന് കറക്കി ഇവിടെ, തത 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 തത, ഇങ്ങനെ വേണം കൈ വരാൻ. ഓക്കെ, കൈ കറക്കി ഇവിടെ നിന്ന് കറക്കി ഇവിടെ. ഇപ്പം കാലം എങ്ങനെ വരച്ചാൽ തത 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 ഇങ്ങനെ വരണം. ഓക്കെ, ദെൻ ദിത്ത് തൈ ദിത്ത് തൈ ദിത്ത് തക 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 തൈ ദിത്ത് തൈ തക 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 തൈ ദിത്ത് തൈ. ഭയങ്കര സ്പീഡാണ് അവിടെ കേട്ടോ. ഇനി അത് തെയ്തത്തെ എടുക്കാൻ പറ്റില്ലെങ്കിൽ തക 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 തകതാം ഇങ്ങനെ എടുത്താലും മതി. ഓക്കെ, അപ്പോൾ തക 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 തെയ്തത്തെ. ഓക്കെ, അടുത്തത് നമ്മൾ തക 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 തതാം ഇങ്ങനെ വരണം. തക 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 തതാം. അപ്പോൾ അവിടെ ഇങ്ങനെ വന്നിട്ട് തെയ് തൈ ദിത്ത് തൈ തെയ് തൈ ദിത്ത് തൈ തെയ് തൈ ദിത്ത് തൈ തെയ് തൈ ദിത്ത് തൈ തക 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 തത്തതാം. ഈ കറക്ക എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ഇടണേ. ഇപ്പം എല്ലാത്തിലും ഇടും. അല്ലെങ്കിൽ ഈ സിനിമയിലെന്ന് പറഞ്ഞാലേ അവർ ക്യാമറ വെക്കണ അനുസരിച്ചാണ് കളിക്കണേ. അപ്പോൾ ഇത്രയും ഭാഗമാണ് കാണുകയുള്ളൂവെങ്കിൽ അത്രയും ഭാഗത്തെ സ്റ്റെപ്പ് കളിച്ചാൽ മതി. പക്ഷെ നമ്മളെ സ്റ്റേജിലാണ് കാണുന്നത്, അപ്പോൾ നമ്മൾ മുഴുവൻ കളിക്കണം. അതുകൊണ്ട് കാലം എങ്ങനെയാണെന്ന് അതിൽ പ്രശ്നമല്ല, പക്ഷെ നമുക്ക് ഇവിടെ അത് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ക്ലിയറായിട്ട് തെയ്ത് സ്റ്റെപ്പ് ഇടുന്നത്. തത്തത്തക തത്തത്തക തക. നിങ്ങളിതിങ്ങനെ എടുക്കുക. തക 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 താം. രണ്ടെണ്ണം എടുക്കുമെങ്കിൽ വളരെ നല്ലത്. തക 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 താം. ഓക്കെ, തത്തത്തക തക തത്തത്തക തക 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 താം. ഇത് സ്പീഡ് വരുവാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ തക 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 താം ഒരെണ്ണം മതി. അത് അവനവൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഞാൻ കുറേയൊക്കെ സിനിമയിലുള്ളതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ഭംഗിയുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം അതെടുക്കാമല്ലോ നിങ്ങൾക്ക്. അത്രയേ ഉള്ളൂ കേട്ടോ. രണ്ട് സ്റ്റെപ്പ് തക്ക 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 കറങ്ങി വരണം. തക്ക തക്ക. ഇത് രണ്ടെണ്ണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പാട്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കളിക്കുമല്ല, ശരിക്കും മൂവ് ചെയ്യാണ്. അപ്പോൾ എത്ര കറക്കമൊക്കെ നമുക്ക് വേണം ചെയ്യാം കേട്ടോ. കാടും മേടും മൂഴിവാനങ്ങളും അതടുത്തത്. അപ്പോൾ കാടും മേടും മൂഴിവാനങ്ങളും. അങ്ങനെ നമുക്ക് ഇതിൽ നമ്മൾ നടക്കുന്ന ഒരു നട, അതായത് സർപ്പനട എന്ന് പറയും, അതുപോലെ. അപ്പോൾ കാടും മേടും മൂഴിവാനങ്ങളും. ഓക്കെ, നടന്നു വന്നു. അരിയൊരു പൂപ്പന്തൽ, അരിയൊരു പൂപ്പന്തല. പൂ ഉണ്ടോ? പൂ ഇവിടെയും പൂ. ഓക്കെ, അപ്പം അരിയൊരു പൂപ്പന്തൽ ആകുന്നുവോ. അപ്പോൾ അരിയൊരു പൂപ്പന്തലാകുന്നുവോ, അതൊന്ന് നമ്മൾ കാണുക. പൂപ്പന്തലാകുന്നുവോ
എന്നുള്ളത് കേട്ടോ. ഹരിയൊരു പൂപ്പന്തൽ ആകുന്നുവോ. കാരണം കാമദേവൻ ഓൾറെഡി അമ്പ ചെയ്തില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് രണ്ടാമത്തെ എങ്ങനെ എടുക്കാം? കാടും മേടും ഊഴിവാനം, കാടും മേട് ഊഴിവാനങ്ങളും. ഇങ്ങോട്ട് താ തെയ് തെയ് താ തെയ് തെയ് താ. അത് ഭയങ്കര സ്ലിപ്പറി ഇവിടെ കേട്ടോ, നിങ്ങൾ സൂക്ഷിച്ച് തരിക. അപ്പം കാടും മേടും, മേടും മേടും വന്നിട്ട് കറങ്ങി ഊഴിവാനങ്ങളും ഇങ്ങോട്ട് ങ്ങളും. ഹരിയൊരു പൂപ്പന്തലാകുന്നുവോ. ഇങ്ങോട്ട് കേട്ടോ. ഹരിയൊരു പൂപ്പന്തലാകുന്നുവോ. ശൈലകന്യയഴകാർന്നവർന്നു ഹരഭാലനേത്രമുടനുഴറിയുണരവേ. ശൈലകന്യഴകാർന്നവർന്നു ഹരഭാലനേത്രനുടനുഴരവേ. ഇത്രയും വരണം. അപ്പം ശൈലകന്യ പാർവതി. ഓക്കെ, ശൈലകന്യയഴകാർന്നവർന്നു അഴകാർന്നവർന്നു ഹരഭാലനേത്രമുടൻ. അപ്പം ശിവനെ കാണിക്കുക, കണ്ണു തുറക്കുക. ഓക്കെ, ഹരഭാലനേത്രമുടൻ ഉഴറി ഉണരവേ. രണ്ട് സൈഡിലേക്കും ഉഴറി ഉണരവേ. ദൈവമേ, ഞാനിപ്പോൾ ചാവും. ശൈലകന്യയഴകാർന്നവർന്നു ഹരഭാല നേത്രമുട ഉഴറി ഉഴറി ഉണരവേ. അത്രയുള്ള സമയമുള്ളൂ, ഇത് വേണ്ട. ഓക്കെ, ശൈലകന്യയഴകാർന്നവർന്നു ഹരഭാല നേത്രനുടൻ ഉഴറി ഉണരവേ എന്ന് വരും. ഉഴറി ഉണരവേ. അല്ലെങ്കിൽ ഉഴറി കഴിഞ്ഞിട്ട് നിങ്ങൾക്കവിടെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഉഴറി ഉണരവേ നിൽക്കുക. അവിടെ കാമദേവനെ കണ്ടു. പുഷ്പബാണനൊരു മാത്ര കൊണ്ട്, മനസ്സിലായോ? അപ്പം ഇങ്ങനെ കാണിക്കണം. പുഷ്പബാത്ര കൊണ്ടു ചുടുഭസ്മമായി ചുടുഭസ്മ രതി ഹൃദയമുരുകവേ. ഇങ്ങനെ വരണം. തിരിഞ്ഞ് രതി ഹൃദയമുരുകവേ. ശൈലകന്യയഴകാർന്നവർന്നു ഹരഭാല നേത്രനുടനുഴറി ഉണരവേ. പുഷ്പബാണനൊരു മാത്ര കൊണ്ട് ചുടുഭസ്മമായി രതി ഹൃദയമുരുകവേ. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒരു ഹെവി ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഭാനുപ്രിയ ചെയ്യുന്ന അത്രയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, നമ്മളത് കണ്ടു പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് അറിയുന്നവർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ അപ്പോൾ ഇനി ഞാൻ ചെയ്യണം ആ സ്റ്റെപ്സ് അതനുസരിച്ച് പഠിച്ചു വയ്ക്കുക. 1 2 1 2 3 4. ഓക്കെ, ദെൻ 1 2 1 2 3. അതായത് 1 2 3. ഉയർന്നു കേളി താളമുഴുദിനമുയർന്നു ധൂളി പടലമുയരവേ എന്നാണ്. ചാടി വന്ന് ഉയരവേ. ഓക്കെ, പടലമുയരവേ. ആ ഉയരവേ കഴിഞ്ഞാൽ ഉയരവേ കൈ കറക്കി ഇപ്പുറത്തേക്കും കറക്കി ഇങ്ങനെ വരണം. ഓക്കെ, 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, സ്പീഡിൽ വരണം, നീങ്ങിപ്പോണം. 2 3 4 1 2 3 4. ഓക്കെ, 1 2 3 4. ഓക്കെ, ഉടനെ തന്നെ അടുത്ത് 1 2 3 4 1 2 3 4. രണ്ട് സൈഡിലേക്ക് 2 3 4. അല്ലല്ല, 1 4
ഇത് കഴിഞ്ഞാൽ ടൺ ട ട ട ട ട ട ട ടൺ ട ട പ തൻ ത ത ത ത ത ത ത തൻ ത ത ത ത ത ത ത രണ്ടെണ്ണം. ഓക്കെ, ഇത് തൻ ത ത ത ത ത ത ത തൻ ത 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 ത. അടുത്തത് കേട്ടോ, ലാസ്റ്റ് രണ്ട് കറക്കം, രണ്ട് കറക്കം കറങ്ങിക്കഴിഞ്ഞിട്ട് അത് ലാസ്റ്റ് എന്തോരം ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ വരണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറക്കം കൂടെ കറങ്ങി നിർത്താം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്തു, അപ്പോൾ അതിൽ ഒരല്പം എക്സ്ട്രാ വരും. അത് എവിടെയാണോ കട്ട് ചെയ്യേണ്ട അവിടെ നിങ്ങൾ കട്ട് ചെയ്താൽ മതി. അതായത് ലാസ്റ്റ് അധികം കറക്കം വരില്ല, ഒരൊറ്റ കറക്കത്തിൽ തീരും. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തതനുസരിച്ച്. ഇനി ബാക്കി നിങ്ങൾ പാട്ട് വെച്ച് ചെയ്ത് നോക്കുക. ഇതൊരു അടാറ് ഐറ്റമാണ്. നമ്മളത് എൻ്റെ അമ്മേ പാടി പറഞ്ഞ് പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് കാരണം ഒറ്റ വീഡിയോയിലാണ്. അതുകൊണ്ടാണ് ഇച്ചിരി പാർട്ട് ബൈ പാർട്ടാണെങ്കിൽ നമുക്ക് ടൈം എടുക്കാമായിരുന്നു. എനിവേ, നിങ്ങളിത് കണ്ട് പഠിക്കാൻ പറ്റുന്നത് പോലെ പഠിക്കുക. ആൻഡ് ദോസ് ഹു ക്യാൻ പ്ലീസ് കോപ്പി ഭാനുപ്രിയ. ഷീ ഈസ് എക്സലൻറ്റ്, ബ്യൂട്ടിഫുൾ, ഫാൻറ്റാസ്റ്റിക് ആൻഡ് ഡിവൈൻ. അപ്പോൾ പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ അവരുടെ ആ ശൈലി, അത് ഫിലിമി ശൈലിയും കൂടെ കൂടിയതാണ്. ഒരു കൂടുതലും ഒരു തഞ്ചാവൂർ ശൈലിയിൽ വരുന്ന ഡാൻസാണ്. അപ്പോൾ ശൈല കന്യേ നമ്മളിങ്ങനെയൊന്നും ബട്ടക്സ് ഒന്നും ഇളക്കി നമ്മൾ ചെയ്യൂലല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അതിൻ്റെ കറക്ഷൻസ് വരുത്തി ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഫിൽമി ഡാൻസ് ആയതുകൊണ്ട് അത് നിങ്ങൾ എങ്ങനെ ചെയ്താലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇഫ് യു ആർ ഡൂയിങ് ബ്യൂട്ടിഫുള്ളി, അപ്പോൾ അതങ്ങനെ ചെയ്തോളൂ. സോ താങ്ക് യു സോ മച്ച്. ഞാൻ മടുത്തു ഇത് ചെയ്തിട്ട്. പിന്നെ എൻ്റെ ക്യാമറാമാൻ പഠിച്ചു ഈ ഡാൻസ്. ഇനി മിക്കവാറും അവൻ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുക എല്ലാവരും. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ.